കെട്ടിപ്പടുക്കുന്നതിൽ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വലിയ പങ്കുണ്ട്. നിലവിലുള്ള വ്യവസ്ഥിതിക്ക് അനുകൂലമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനാണ് എപ്പോഴും വിദ്യാഭ്യാസം കൊണ്ട് സാധ്യമാവാറുള്ളത്. നിലവിലെ സമൂഹത്തിന്റെ ചട്ടങ്ങളും ചട്ടക്കൂടുകളും കുട്ടികളിൽ നിക്ഷേപിക്കാനുള്ള ശ്രമമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത്. സ്കൂളുകൾ പോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനം സാധ്യമാക്കേണ്ട ഒരിടമാണ് വീടുകൾ. പക്ഷേ വീടുകൾ ജനാധിപത്യം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇടങ്ങളായി ഇപ്പോഴും തുടരുകയാണ്. ബഹുഭൂരിപക്ഷം വീടുകൾക്കുള്ളിലും അഭിപ്രായ രൂപീകരണ പ്രവർത്തനത്തിൽ കുട്ടികൾക്ക് യാതൊരു പങ്കുമില്ല. മേധാവിത്വത്തിന്റെയും വിവേചനത്തിന്റെയും കേന്ദ്രങ്ങളായി വീടുകൾ ഇപ്പോഴും പഴയ ജന്മിത്വകാലത്തെ അനുസ്മരിപ്പിക്കുന്നു. ജെൻഡറിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനം, തൊഴിലിന്റെ വിഭജനവും കേന്ദ്രീകരണവുമെല്ലാം വീടുകൾക്കുള്ളിൽ കാണാനാവും. സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ വീടുകളിൽ ജനാധിപത്യം ഇല്ലാതായാൽ പിന്നെ ഒരു രാജ്യത്തിനുള്ളിൽ അതെങ്ങനെ സാധ്യമാകും? കാലത്തിനനുസരിച്ച് സമൂഹത്തിൽ മാറ്റം വരുമ്പോഴും ഇതെല്ലാം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇടമായി വീടുകൾ തുടരുകയാണ്. ഈ വീടുകൾക്കുള്ളിൽ നിന്ന് ജനാധിപത്യ ബോധവും പരസ്പരമുള്ള സ്നേഹവും ഉൽപ്പാദിപ്പിക്കാനാവില്ല എന്ന് ഉറപ്പാണ്. വീടുകൾ ജനാധിപത്യപൂർണമാകാതെ ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെ സമ്പൂർണമായി പരിഹരിക്കാനാവില്ല എന്നുകൂടിയാണ് നാം ഇതിലൂടെ കാണേണ്ടത്. സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബങ്ങളെ സ്നേഹ വീടുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബദൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ബോധപൂർവം സംഘടിപ്പിക്കേണ്ടതായുണ്ട്. വീടുകൾക്കുള്ളിൽ സാമ്പ്രദായിക രീതിയെ ചോദ്യം ചെയ്യാവുന്ന വിമർശനാത്മകമായ ബോധം കുട്ടികളിൽ രൂപപ്പെടുത്തിയല്ലാതെ ഈ ആധുനിക ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാനാവില്ല. സ്നേഹ വീടുകൾ ആധുനിക സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായി ഭരണകൂടത്തിൽ തന്നെ മാറണം. സന്തോഷാത്മക സമൂഹമായി നാം മാറാനുള്ള പ്രധാനപ്പെട്ട ശ്രമങ്ങൾ നടക്കേണ്ടതും വീടുകൾക്കുള്ളിൽ വിദ്യാഭ്യാസ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുകൂടിയാണ്. വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് സന്തോഷാത്മകമായ സമൂഹമായി സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ മാറിയത്. ഫിൻലൻഡ് അടക്കമുള്ള രാജ്യങ്ങളുടെ വിദ്യാഭ്യാസ മാതൃക പിന്തുടരാൻ കേരളം തീരുമാനിച്ചിട്ടുണ്ട്. ഫിൻലൻഡുമായി വിദ്യാഭ്യാസ സഹകരണം കേരളം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സന്തോഷ സൂചികയിൽ അടുത്തൊന്നും നേട്ടം കൈവരിക്കാൻ കഴിയുന്ന രാജ്യമല്ല ഇന്ത്യ. ജീവിത നിലവാരത്തിന്റെ സാമൂഹിക സൂചികകളിലെല്ലാം മികവോടെ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് ഹാപ്പി സ്പോട്ടായി മാറാനുള്ള ലക്ഷ്യത്തിലേക്ക് നടന്നുകയറാൻ കഴിയുന്ന ഇന്ത്യയിലെ ഏക ഭൂപ്രദേശമാണ് കേരളം. സ്വാതന്ത്ര്യവും തുല്യതയുമാണ് സന്തോഷത്തിന്റെ അടിസ്ഥാന ശിലകൾ. ഈ മൂലകങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് വീടുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ വീടുകൾ ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ ആധുനിക സമൂഹത്തിന്റെ അടയാളങ്ങൾ ഒന്നുമില്ലാതെ നിലനിൽക്കുകയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിലുള്ള കുറവ്, ജെൻഡറിന്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ വിഭജനം, പരിഗണനയിലും അസമത്വം എന്നിവയെല്ലാം ഇല്ലാതാക്കാനായാൽ മാത്രമാണ് വീടുകൾക്കുള്ളിൽ സന്തോഷം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വീടുകൾക്കുള്ളിലെ തൊഴിൽ വിഭജനം ആരുടെ സൃഷ്ടിയാണെന്ന വിമർശനാത്മക ബോധത്തോടെ കുട്ടികൾ പരിശോധിക്കുന്ന നിലയുണ്ടാകണം. നമുക്കിതിനെ പൊളിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് തിരിച്ചറിയാനും ഞങ്ങളിലൂടെ അത് സാധ്യമാകുമെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടണം. പ്രായത്തിന്റെയും ജെൻഡറിന്റെയും വ്യത്യാസമില്ലാതെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണെന്നും ഇതിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ബോധ്യപ്പെടുത്താനാവണം. ഇതിനെല്ലാം കഴിയുന്ന ഒരു ബദൽ പ്രവർത്തനത്തിന്റെ ആശയം ഒന്നാകെ ഉൾക്കൊള്ളുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ 3ാം ക്ലാസ്സിലെ പുതുക്കിയ മലയാള പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ചിത്രം കൊണ്ട് എന്ത് ചെയ്യാനാകും എന്ന് പരിഹസിക്കുന്നവരുണ്ടാകാം. ഒരു ചിത്രത്തിന് നിലവിലുള്ള വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാനാകും. ആധുനിക സമൂഹത്തിന്റെ പുതിയ മാതൃകകൾ എളുപ്പത്തിൽ പഠിക്കാനാവും. ഓരോ വീടുകളിലും ഈ പാഠപുസ്തകം പഠിക്കുന്ന കുട്ടികൾ മാറ്റത്തിന്റെ പടക്കം പൊട്ടിക്കുമെന്നതിൽ തർക്കമില്ല. എന്റെ വീട് ഇതുപോലെ ഒരു സ്നേഹവീട് ആണെന്ന് പറയാൻ അച്ഛനെ കൊണ്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിപ്പിക്കും. ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഇങ്ങനെയാണെന്ന് ഏതൊരു പ്രാകൃത വീടും മനസ്സിലാക്കും. അങ്ങനെ കുട്ടികളുടെ പാഠപുസ്തകം പുതിയ തിരിച്ചറിവും മാറ്റത്തിനുള്ള പ്രേരക ശക്തിയുമായി മാറും. കൂട്ടായാണ് ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും അതൊരു ജനാധിപത്യ പ്രക്രിയയാണെന്നും കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും പഠിക്കും.